ഏറ്റവും വലിയ ശക്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശക്തി എത്രയാണ്? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റസൂലിന് 40 പുരുഷന്മാരുടെ ശക്തിയാണ്. 40 പുരുഷന്മാരുടെ ശക്തിയാണ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിലുണ്ട്. 40 പുരുഷന്മാരുടെ ശേഷി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഹദീസിൽ കാണാം, അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, സ്വർഗത്തിലെ 40 പുരുഷന്മാരുടെ ശേഷിയാണ്. എന്നാൽ സ്വഹീഹുൽ ബുഖാരിയിലെ മറ്റൊരു ഹദീസിൽ കാണാം, സ്വർഗത്തിലെ ഒരു പുരുഷൻ്റെ ശേഷി ദുന്യാവിലെ 100 പുരുഷന്മാരുടെ ശേഷിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദുന്യാവിലെ 4000 ആളുകളുടെ ശേഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസും അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസുമെല്ലാം വെച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഖന്തഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും പൊട്ടിക്കാനാവാത്ത വലിയ പാറക്കല്ല്, ആ പാറക്കല്ല് ആ കിടങ്ങ് ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പാറക്കല്ല് ഇവിടുന്ന് മാറ്റാതെ പറ്റുകയില്ലല്ലോ എന്ന് സ്വഹാബത്ത് വേവലാതിപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ വന്ന് പരാതി പറഞ്ഞത്. തങ്ങളവിടെ അന നാസിലുൻ, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൺവെട്ടിയെടുത്തുകൊണ്ട് ഒരു വെട്ടങ്ങ് വെട്ടിയപ്പോൾ ആ പാറ പൊടിപൊടിയായത്, അത് മണൽ പോലെ ആയത് തങ്ങളുടെ മെഴ്സത്തുമാണ്, അതോടൊപ്പം തങ്ങളുടെ കൂവത്തുമാണ്, തങ്ങളുടെ ശേഷിയുമാണെന്ന് മഹാന്മാർ പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വലിയ ഉഗ്രശേഷിയുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം നല്ലൊരു മല്ലനാണ്, ശക്തനാണ് എന്ന അർത്ഥത്തിൽ ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനും പറ്റിയവരാണ്. അതിനേറ്റവും പറ്റിയവർ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.